വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്നാണ് ചോദ്യം. സുജയ, ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് സീസണാണ്. ഇലക്ഷൻ മൂഡ്, ഇലക്ഷൻ ഫീവർ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ, നിയമസഭയിൽ പ്രതിഫലിക്കുമോ? സർക്കാരിന്റെ വിലയിരുത്തലാകും. കാരണം വിഷയങ്ങൾ നിൽക്കുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം സർക്കാർ എന്താണ് ഓരോ കാര്യങ്ങളിലും ചെയ്തത്, ഞാൻ കരുതുന്നത് ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്കും ഉള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് മാറുക. പ്രത്യേകിച്ചും ഇപ്പോൾ ക്ഷേമ പെൻഷനുകളടക്കം കൂട്ടിയ ഏറ്റവും ജനകീയമായ പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുകയും ഈ മാസം 20-ാം തീയതി അടുത്ത ആഴ്ച ആ ക്ഷേമ പെൻഷൻ ആളുകൾക്ക് കയ്യിലേക്ക് കിട്ടാൻ പോവുകയാണ്. ബീഹാറിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എത്തിയത് എങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് NDAക്ക് ഭരണ തുടർച്ച പറയുന്നത് പോലെ ഈ ക്ഷേമ പെൻഷൻ നവംബർ 20-ന് കയ്യിൽ കിട്ടി തുടങ്ങുമ്പോൾ അത് ആ അടുത്ത ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തും, നവംബർ 20-നും 30-നും ഇടയിൽ. അതിനുശേഷം 9-ാം തീയതിയും 11-ാം തീയതിയും വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഈ ക്ഷേമ പെൻഷൻ കിട്ടിയതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് സർക്കാരിന്റെ വിലയിരുത്തലായി മാറുകയാണ്. നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ, പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്യുന്നതിനപ്പുറം 1,600 ആയിരുന്നു 2,000 കൂട്ടി എന്നുള്ളത് എല്ലായിടങ്ങളിലും ഒരു ചർച്ചയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. അതൊക്കെ കണ്ടിട്ടുകൂടിയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. പ്രത്യേകിച്ചും PM ശ്രീ എന്ന വലിയ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ പ്രഖ്യാപനത്തിലേക്ക് പോയത്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തുന്നതിനും 2 ദിവസം മുൻപ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ ക്ഷേമ പെൻഷനുകൾ കൂട്ടിയിരിക്കുന്നു, അതുപോലെ തന്നെ വിവിധ വെൽഫെയർ സ്കീമുകൾ, അങ്കണവാടി ജീവനക്കാർക്കടക്കമുള്ള കാര്യങ്ങൾ, അതെല്ലാം ഈ ലോക്കൽ സബ്ജക്ട്സ് ആണ്. കാരണം ഈ വിഷയങ്ങളൊക്കെ ഓരോ വീടുകളിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള 5 വീടുകൾ എടുത്താൽ അതിൽ ഒരു വീട്ടിലെങ്കിലും ഒരു ഗുണഭോക്താവ് ഉണ്ടാകാതിരിക്കില്ല, എല്ലാ വീടുകളിലും ഇല്ല എങ്കിൽ പോലും. അപ്പോൾ ഈ 64 ലക്ഷം എന്ന് പറയുന്ന ഒരു ലാർജ് ക്വാണ്ടിറ്റി തന്നെയാണ്. അത്രയും ചർച്ചയാകുന്ന ഒരു കാര്യത്തിലാണ് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കാരിൻ്റെ പെർഫോമൻസിന്മേലുള്ള ഒരു റഫറൻഡമായി മാറാനായിട്ടുള്ള ഒരു സാധ്യതയായി കാണുന്ന ഒരു ഘടകം അതാണ്. അതോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകും. സ്ഥാനാർത്ഥി നിർണയം, നേരത്തെ നിർത്തി വിജയിപ്പിച്ച സ്ഥാനാർത്ഥികൾ അവർ ഇഫക്റ്റീവ് അല്ല, അവർ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല, ലോക്കലി അവരത്രയും ആക്സസിബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ, അല്ലെങ്കിൽ ആ ജയിച്ചു നിൽക്കുന്ന സിറ്റിംഗ് സീറ്റുകളിലുള്ള ആളുകളെ മാറ്റാൻ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ? അതോ നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ റിജക്ട് ചെയ്ത ആളുകളെ തന്നെ നിങ്ങൾ വീണ്ടും കൊണ്ടുവരികയാണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫേവറബിൾ അല്ലാത്ത ആളുകളെ വീണ്ടും അടിച്ചേൽപ്പിക്കുകയാണോ? അതാണ് ലോക്കലി ചർച്ച ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അവിടെ എന്തായാലും സർക്കാരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിനെതിരായ കാര്യങ്ങൾക്കപ്പുറം വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ. അപ്പോൾ കാൻഡിഡേറ്റ് സെലക്ഷനായി, ലോക്കൽ ഇഷ്യൂസായി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ തവണത്തെ സ്ഥാനാർത്ഥി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഫാക്ടേഴ്സ് ഏറ്റവും കൂടുതൽ നോക്കി സ്ഥാനാർത്ഥികളെ വിവിധ മുന്നണികൾ ഫീൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ ലോക്കൽ ഇലക്ടറേറ്റ് എന്ന് പറയുന്നത് അത് പോളറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, വിഷയങ്ങൾക്കപ്പുറം സമുദായം, ജാതി, മതം, ഇതെല്ലാം നോക്കിയാണ് കാൻഡിഡേറ്റ്സിനെ ഓരോരുത്തരും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പോക്കറ്റിൽ ഇപ്പോൾ ആരാണ് കൂടുതലായിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് നോക്കിയിട്ട് അവർക്കിടയിലുള്ള, അവർക്ക് താല്പര്യമുള്ള ഒരാളെ ഫീൽഡ് ചെയ്യുകയാണ്. മെറിറ്റിനപ്പുറം അതും ഒരു ഘടകമായി മാറുന്നുണ്ട് എന്ന പരാതികൾ പലയിടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിലൊക്കെ അതിനെ ചൊല്ലിയുള്ള രാജിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാജിവെച്ചത്? ഈഴവ വിഭാഗത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സീറ്റ് നിർണ്ണയത്തിൽ ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ എല്ലാ മുന്നണികളും നേരിടുന്ന ഒരു പ്രശ്നമായി അത് മാറുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ നമ്മൾ ഇപ്പോൾ ഭരിക്കുന്ന ഭരണപക്ഷം എന്ന് പറയുമ്പോഴേക്കും വെറും 4.5 വർഷം ഭരിച്ചു നിൽക്കുന്ന ഒരു സർക്കാരല്ല. എല്ലാ തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ തുടർഭരണം കിട്ടിയ, 2ാം ഊഴം കൂടി കിട്ടിയ ഒരു സർക്കാർ ഇതുപോലെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ നേരിട്ടിട്ടില്ല. ഇത്തവണ പിണറായി വിജയൻ ഉള്ളത് ഒരു ഡബിൾ ടാസ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ 2 സർക്കാരുകളുടെ വിലയിരുത്തലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നതും വിഷയമാണ്. കാരണം 1ാം പിണറായി വിജയൻ സർക്കാർ, അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ നടന്ന 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൽ അവർക്ക് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. ആ വിജയം 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആവർത്തിക്കാൻ കഴിയുമോ? അതൊരു അപ്ഹിൽ ടാസ്ക് ആണെന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഒരു തവണ, അതായത് 5 ഇയർ എന്ന് പറയുന്ന ഒരു ടേം ഭരിക്കുന്നതിനിടയിൽ വരുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്നത് പോലെയല്ല, 2 ടേം വരുമ്പോൾ അതിൽ ഫേസ് ചെയ്യുന്ന 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ 2020-ലെ അതേ പെർഫോമൻസ് ആവർത്തിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ്. അത് LDFന് സാധിച്ചാൽ അത് അവർക്ക് 3ാം ഊഴം എന്ന് പറയുന്ന അവരുടെ പ്രതീക്ഷയിലേക്കുള്ള ഒരു ഗോൾഡൻ ഹോപ്പ് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി മാറും. നിലവിലത്തെ സാഹചര്യത്തിൽ 2020-ലെ വിജയം പലയിടങ്ങളിലും ആവർത്തിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞേക്കാം. അതാണ് നിലവിലത്തെ ഒരു സാഹചര്യം. ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. കേന്ദ്ര സഹായം ലഭിക്കാത്തത്, അതുപോലെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പല പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ പദ്ധതികളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെത്തുകയാണ്. പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ വികസനം, റോഡ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാദേശികമായി പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മളുടെ പല വാർത്തകളിലും കാണിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. റോഡ്, പാലം ഇതൊക്കെ കൃത്യമായിട്ടില്ല എങ്കിൽ, കുടിവെള്ള വിതരണം കൃത്യമായിട്ടല്ല എങ്കിൽ, ആ വിഷയങ്ങളൊക്കെ നിയമസഭയേക്കാൾ കൂടുതൽ റിഫ്ലക്ട് ചെയ്യുക ഈ നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന
നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം. സർക്കാർ ചെയ്യാമായിരുന്നിട്ടും, കാരണം സംസ്ഥാന ഭരണത്തിലിരുന്നു, ഞങ്ങളുടെ വാർഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണിയായിട്ടും ഇത് ചെയ്തു തന്നില്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫാക്ടറായി മാറാനായിട്ടുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് LDF എന്ന് പറയുന്ന ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു അംബ്രല്ല ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതും അറിയണം. പിന്നെ രണ്ടാമത്തത് ഈ ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രതിഫലിക്കുന്നത് പോലെ ഒരു ലാർജർ എക്സ്റ്റെൻഡിൽ വരാറില്ല പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇക്കുറി എങ്ങനെയാകും എന്നത് ഞാനും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അതിനും കാരണം ഈ തുടർ ഭരണമാണ്. 2 ഊഴമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ 2 ഊഴമായിട്ട് നിങ്ങൾക്ക് ഈ പാലം പണി തീർക്കാൻ കഴിഞ്ഞില്ലേ? 9 വർഷമായി മെല്ലെ പോകുന്ന പാലം പണിയാണെങ്കിൽ 2016 ഉദ്ഘാടനം ചെയ്തിട്ട് ഇതുവരെ തീർന്നിട്ടായെങ്കിൽ അത് വിഷയമാണ്. അത് ആ ഒരു പ്രദേശത്ത് മുഴുവൻ പ്രതിഫലിക്കാനും ചർച്ചയാക്കാനും ഒക്കെ പ്രതിപക്ഷത്തിന് സാധിക്കണം. പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കും അതുപോലെ തന്നെ UDFനും സാധിക്കണം. അതവർ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നതിനെയും ആശ്രയിച്ചിരിക്കും അവിടുത്തെ വിജയങ്ങൾ. അടുത്തതായി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കൊള്ളയടക്കമുള്ള കാര്യങ്ങളാണ്. ശബരിമല വലിയ രീതിയിൽ ഈ സ്വർണ്ണ പാളി കൊണ്ടുപോയത് അതൊക്കെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കറന്റ് ടോപ്പിക്കാണ്. എപ്പോഴും അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകാറുണ്ട്. വോട്ടായി മാറുന്നത്, വോട്ടായി കൺവേർട്ട് ചെയ്യുന്നത് ചില ഘട്ടങ്ങളിലൊക്കെ 2015 നമ്മളത് കണ്ടിട്ടുണ്ട്. കാരണം ലാർജർ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായി നിൽക്കുന്ന ആ സമയത്തെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ PM ശ്രീ നമുക്ക് മാറ്റിവെക്കാം. അതൊന്നും സാധാരണ താഴെ തട്ടിലേക്ക് ഇറങ്ങി അത്രയ്ക്ക് അങ്ങോട്ട് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഇരിക്കുകയില്ല. പക്ഷേ സ്വർണ്ണപ്പാളി അങ്ങനെയല്ല. ശബരിമല എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വന്നിരിക്കുന്ന ഇപ്പോൾ N വാസുവിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ, SIT, ഹൈക്കോടതി, അതങ്ങനെ പത്രത്തിലായാലും TV-യിലായാലും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാകുമ്പോൾ അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആളുകളുടെ നെഗറ്റീവായിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുക്കുന്ന സ്റ്റാൻഡാണ്. കുറേ കാര്യങ്ങളിലൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് മലബാറിലേക്കല്ല, ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 9-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്ന തെക്കൻ ജില്ലകളിൽ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ ഒരുപക്ഷേ ഇത് സർക്കാരിന് പോസിറ്റീവായും നെഗറ്റീവായും വരാനായിട്ടുള്ള ഒരു സാധ്യത ഒരേപോലെ നിൽക്കുകയാണ്. അതിനെ എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിൽ ടാക്കിൾ ചെയ്യുക? കാരണം N വാസുവിനെയൊക്കെ ഡിസോൺ ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആരായാലും ഞങ്ങളില്ല എന്നൊക്കെ MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നതൊക്കെ വെറുതെ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഡിസോൺ ചെയ്തുകൊണ്ട് പാർട്ടി ഇവരെ സംരക്ഷിക്കില്ല, അങ്ങനെയുള്ള ഒരു സ്ട്രോങ് മെസ്സേജസ് കൊടുക്കാൻ സാധിച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ഷാഡോ ഇപ്പോൾ ഒരു നിഴൽ വീണ് കിടക്കുകയാണ്. അപ്പോൾ ആ ഷാഡോ നീക്കാനായിട്ട് സാധിക്കണം. കാരണം പ്രതിപക്ഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ തന്നെ ആയിരിക്കുമെന്ന് ഇന്നത്തെ KPCCയുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിലൂടെ വ്യക്തമായിരിക്കുകയാണ്. തദ്ദേശ ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് അവർ നിയമസഭയിലേക്ക് വെച്ചേക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇത് കത്തിക്കുകയാണ് എന്ന് KC വേണുഗോപാൽ അടക്കം നടത്തിയ പ്രസംഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഴിമതിക്കാരായ ആളുകൾ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ആളുകൾ, അവരെയൊക്കെ വീണ്ടും ഫീൽഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കണ്ണൂരിൽ നമ്മൾ നോക്കൂ, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ PP ദിവ്യയെ മത്സരിപ്പിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവരൊരു കേസിൽ ഉൾപ്പെട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് അവരെ ഫീൽഡ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവരിപ്പോൾ 3 ടേമായിട്ടിരിക്കുകയാണ്, 15 വർഷം അവർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നോക്കിയാലും അവരെ മാറ്റി നിർത്താം. ഒരു പക്ഷേ അതായിരിക്കാം കാരണം. അല്ലാത്ത പക്ഷം ഇപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച ആൾ, അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കേസ് വരുമ്പോൾ അവരെ മാറ്റുന്നു. അതിനുശേഷം അവർ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുന്നുണ്ട്. പക്ഷേ ഇനി അവർ മത്സരിപ്പിക്കുന്നില്ല എന്ന് ഒരു 3 ടേമായി അവർ. അല്ല, ഇപ്പൊ 2 ടൈം കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3 ടേമായി, അതുകൊണ്ടാണ് അവരെ മാറ്റുന്നതാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ കേസിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല. അങ്ങനെയൊക്കെ അവരെ തള്ളിക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടി അങ്ങനെ അവരെ കൈവിട്ടതായി പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നും നവീൻ ബാബു വിഷയത്തിൽ എന്തായാലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തുന്നു. പക്ഷെ പകരം ഫീൽഡ് ചെയ്യുന്ന ആരെയാണ്? പകരം ഒരു വനിതാ മുഖമായി കൊണ്ടുവരുന്നത് വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള എന്നാൽ ഒരു പ്രോമിസിംഗ് ലീഡറായിട്ട് വളരാൻ കഴിവുള്ള അനുശ്രീയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ UDFന്റെ പട്ടിക നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും BJPയുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും പുതിയ മുഖങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു മാറ്റമാണ്. ആ മാറ്റം എത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ട്? കാരണം 40 വർഷമായിട്ടൊക്കെ ഒരേ കൗൺസിലർ അല്ലെങ്കിൽ ഒരേ വാർഡ് അംഗം അല്ലെങ്കിൽ ഒരേ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുതിയ വോട്ടർമാർ വന്ന കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2020-25 തമ്മിലുള്ള കണക്കിന്റെ ഒരു വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതുതായിട്ട് 1501 വാർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് വിവിധ സ്ഥാപനങ്ങളിൽ. ഒരു വാർഡ് കൂടി, ചില പഞ്ചായത്തിലൊക്കെ ഒരു വാർഡിൽ കൂടി ഭരണം കിട്ടിയിരുന്നെങ്കിൽ, അല്ല ഒരു വാർഡിൽ കൂടി ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയേനെ എന്ന് പറഞ്ഞ് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭരണം പോയിട്ടുള്ള കുറേ പഞ്ചായത്തുകളുണ്ട്. 941 പഞ്ചായത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലയിടങ്ങളിലും ഈ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് LDFനും UDFനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണം പോയിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലെ കണക്ക് നമ്മൾ നോക്കിയാൽ 1375 പുതിയ വാർഡുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 941 പഞ്ചായത്തുകളിലായി 1375 വാർഡുകളുണ്ട്. അപ്പോൾ അത്രയും മാറ്റം വരുമ്പോൾ ബ്ലോക്കിലാണെങ്കിൽ അത്രയില്ല. ബ്ലോക്കിൽ ഒരിടത്ത് മാത്രമാണ് പുതിയ വാർഡ്, പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഒരു പുതിയ വാർഡുള്ളത്. ജില്ലാ പഞ്ചായത്തിലൊന്നും സീറ്റിൽ മാറ്റമില്ല. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിലവിലുള്ള ഇക്വേഷൻ തുടരാനുള്ള ഒരു സാധ്യതയാണ്. ഒരു പക്ഷേ UDF
ഒരു 2 പഞ്ചായത്തുകൾ കൂടി നേടാനായിട്ടുള്ളൊരു സാധ്യത. അങ്ങനെ ടാലി ഇപ്പോൾ 11-ൽ നിന്ന് 9-ലേക്ക് LDF താഴാനായിട്ടുള്ളൊരു സാധ്യതയാണ് നിലവിൽ ജില്ലാ പഞ്ചായത്തുകളിൽ കാണുന്നത്. ഒരുപക്ഷെ അവർക്ക് അതേ തൽസ്ഥിതി തുടരാൻ 11-ൽ തന്നെ തുടരാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മലപ്പുറത്ത് എന്ത് മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം മലപ്പുറം ജില്ലയിൽ 94 പഞ്ചായത്തുകളുണ്ട്. അതിൽ 223 വാർഡുകൾ പുതുതായി വന്നിട്ടുണ്ട്. അവിടെയാണ് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ സമസ്ത വിഷയമടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുഷാവറ വിഷയമടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറത്തൊക്കെ വരുന്ന മാറ്റം എന്താണ് എന്നത് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് 88 ഗ്രാമപഞ്ചായത്തുകളിൽ 146 പുതിയ വാർഡുകൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭരണമാറ്റം വരും. ഭരണമാറ്റം വരാൻ അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥിതി മാറാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. തൃശ്ശൂർ ഇത്തവണ ഒരു ഹോട്ട്സ്പോട്ടാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ BJP ഒരു MP സ്ഥാനം ലോക്സഭയിലേക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് നേടുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 86 പഞ്ചായത്തുള്ള തൃശ്ശൂരിൽ 136 വാർഡുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. എറണാകുളത്തും 129 വാർഡുകൾ പഞ്ചായത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തിൽ 941 പഞ്ചായത്തുകളിലും ഇത്തവണ ഈ പറയുന്ന കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭരണം പോയ ഇടങ്ങളിൽ അവിടെ ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് എഡ്ജ് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. UDFന് തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് കടന്നുകൂടാൻ കഴിയുന്ന പല പഞ്ചായത്തുകളുമായി അത് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു പരാതി വന്നിരിക്കുന്നതും കൂടി നമ്മൾ നോക്കണം. ഈ കോർപ്പറേഷനുകളിൽ എറണാകുളത്ത് മാത്രമാണ് 2 ഡിവിഷനുകൾ കൂടിയിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടികളിലും മുന്നണികളിലുള്ള പ്രധാനപ്പെട്ട ആശങ്ക ഈ വാർഡ് വിഭജനം ആരെ തുണയ്ക്കും? കാരണം ഇടതുപക്ഷം 2 ടേമായി ഭരണത്തിലിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫേവറബിൾ ആയിട്ടാണ് ഈ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്ന ഒരു പരാതി വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കാണ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയത് എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ 2020 അപേക്ഷിച്ച് നോക്കുമ്പോൾ BJP കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവരുടെ വോട്ട് വിഹിതം കൂട്ടിക്കൊണ്ടുവരികയാണ്. അത് ഈ പഞ്ചായത്തുകളിൽ, അതുപോലെ ജില്ലാ പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ നിലവിൽ പന്തളവും പാലക്കാടും മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അത് കൂട്ടാൻ തൃശ്ശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും നന്നായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമായിട്ട് മാറും. അപ്പോൾ അവിടെയാണ് ഈ രാഷ്ട്രീയ ആരോപണങ്ങളും കൂടി വരുന്നത്. പ്രത്യേകിച്ചും CPMന്റെ തന്നെ ഒരു പ്രാദേശിക നേതാവ് വന്ന ആരോപണം ഉന്നയിക്കുകയാണ്. അത് അവർക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് നടക്കും. തിരുവനന്തപുരവും തൃശ്ശൂരും നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് ഈ 3 മുന്നണികൾക്കും ഇടയിൽ നടക്കും. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിൽ നടക്കും. അപ്പോൾ വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും ഉണ്ടാവുക എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ തന്നെ BDJസുമായിട്ടുള്ള ധാരണയാകാത്ത കാര്യങ്ങൾ അതൊക്കെ പരിഹരിക്കണം. അതുപോലെ തന്നെ സീറ്റ് വിഭജനം CPIMനായാലും കോൺഗ്രസിനായാലും സഖ്യകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനത്തിലൊക്കെ പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. പലരും അതൃപ്തരായി നിൽക്കുന്നുണ്ട്, വിമതരായി മത്സര രംഗത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് എങ്ങനെയായിരിക്കും ഈ ഒരു സമവാക്യം രൂപപ്പെടുക, അത് നിലവിലുള്ള ടാലിയിൽ നിന്നും എന്ത് മാറ്റമായിരിക്കും ഉണ്ടാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൃത്യമായി ഭരണവിരുദ്ധ വികാരത്തിൻ്റെയോ ഭരണാനുകൂല വികാരത്തിൻ്റെയോ നേരിട്ടുള്ള ഒരു പ്രതിഫലനം നിയമസഭയിലെ പോലെ ഉണ്ടാക്കില്ല എങ്കിലും ഇതൊരു റിഫ്ലക്ഷൻ ആയിരിക്കും. കാരണം നിയമസഭയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ട്രെൻഡ് അറിയാൻ പറ്റുന്ന ഒരു റിഫ്ലക്ഷൻ എന്തായാലും ഉണ്ടാകും ആളുകളുടെ ഭാഗത്തു നിന്ന്, അവരുടെ വോട്ടിംഗ് പാറ്റേൺ മാറിയതിൽ നിന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു അഡ്വാൻറ്റേജ് പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ റീഡിംഗ്. Meet the editors.